Hi friends, welcome back to our new video. Today video ഒരു ന്യൂ ടിപ്സ് വീഡിയോ ആണ്. നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ടിപ്സ് ആണ്. നമ്മുടെ ഏറ്റവും വലിയ തലവേദനയാണ് നമ്മുടെ ഈ ഗ്യാസ് ക്ലീനിങ് കിച്ചണിൽ. അപ്പോൾ അതിനു വേണ്ടി ഒരു ഗുഡ് സൊല്യൂഷൻ ആണ് ദാ ഈ ഗുളിക കവർ. നമ്മൾ ഒഴിവാക്കുന്ന ഈ ഒരു കവർ മതി നമ്മുടെ ഗ്യാസ് നന്നായിട്ട് ക്ലീൻ ആവാനും അതുപോലെ തന്നെ ഒരുപാട് കാലം നമുക്ക് ഗ്യാസ് 2 മാസം കൊണ്ട് കഴിയുന്നത് 3 മാസമായിട്ട് നിൽക്കാനൊക്കെയുള്ള ടിപ്സ് ഇതിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോണേ. ഈ ഗുളിക കവറിൻ്റെ ഈ അരിക്ക് ഭാഗം കൊണ്ട് നമുക്ക് ദാ ഈ മോഡലുള്ള ഗ്യാസിൻ്റെ ഉൾഭാഗം എല്ലാം ക്ലീൻ ചെയ്തെടുക്കാം. ആ ഡോട്ട് മോഡലുള്ളതിന് പറ്റില്ല, പക്ഷേ ആ ഒരു ടൈപ്പ് ഗ്യാസ് ആണെങ്കിലും നമുക്കതിൻ്റെ ഉൾവശം ക്ലീൻ ആക്കാൻ ഇതുകൊണ്ട് തന്നെ പറ്റും. ആഴ്ചയിൽ ഒരു 2 തവണയെങ്കിലും ഇതാ വലിയ പണിയൊന്നുമില്ല. ഗുളികക്കപ്പുറം അപ്പോൾ വെറുതെ ആരും ഒഴിവാക്കി കളയണ്ട, എടുത്ത് വെക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ചെയ്യാം. അതിൻ്റെ അരികത്ത് ഉൾഭാഗത്തുള്ള പൊടികളെല്ലാം മാറി നിൽക്കുന്നുണ്ടാവും. ഇനി അതുപോലെ ഈ ഗുളിക കവറിൻ്റെ അറ്റം ഇതാ ഇതുപോലെ കത്തിയുടെ പോലെയുള്ളൊരു ഭാഗം ഉണ്ടാവും. ഇത് കുറച്ച് ഹാർഡും ആണ്, എന്നാൽ ഒന്ന് സ്ട്രെച്ചബിളും ആണ്. അതുകൊണ്ട് അയഞ്ഞ് കിട്ടും. നമുക്കതിൻ്റെ ഉൾഭാഗത്തേക്ക് ഇറക്കി വെച്ചാൽ ഉള്ളിലുള്ള പൊടികളും കച്ചറയെല്ലാം പോവും. സംഭവം നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. ഇങ്ങനെ ഈ ഒരാഴ്ചയിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് കുറച്ച് 2 മാസം കൊണ്ട് തീരുന്നതെല്ലാം 3 മാസം വരെയൊക്കെ നിലനിൽക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ചിലരിതിൽ ബഡ്സൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പോഞ്ചെല്ലാം അതിൽ വീണിട്ട് കൂടുതൽ അപകടമാവും. ഗ്യാസ് ആകുമ്പോൾ ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഭവമാണല്ലോ അല്ലേ. അതുപോലെ ഇതിൻ്റെ ഈ അരികു ഭാഗത്തുള്ള ഇതെല്ലാം പോവാൻ നമ്മൾ കമ്പി വെച്ചിട്ടോ തുണി വെച്ചിട്ടൊക്കെ ഇതാക്കിയാലും ഇത് ചിലപ്പം പോകുന്നെന്ന് വരില്ല. അതുപോലെ നമ്മുടെ ഗ്യാസിൻ്റെ അടുത്തുള്ള ടൈലിൻ്റെ ഈ ഭാഗത്തും ഇത് അടിയിലുള്ളൊക്കെ ഉള്ള ടൈലിൻ്റെ ഈ പോയിൻ്റ് ഭാഗത്ത് ഒന്ന് ചേർത്ത് കൊടുത്താൽ അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ചളികളെല്ലാം പോരും. ഒറ്റ തവണ ട്രൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഗ്യാസിൻ്റെ ബർണർ റെഡിയാക്കാനുള്ള ഒരു സൊല്യൂഷനാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഇതിൻ്റെ ഈ അരികു ഭാഗത്ത് നമ്മുടെ ഈ എണ്ണയെല്ലാം ഇട്ടിട്ട് വരുന്ന അതുപോലെ ടൈലിൻ്റെയും ഇതിൻ്റെ ഈ അരികു ഭാഗത്തെല്ലാം നമുക്ക് ചെയ്താൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഇനി നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കാനുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. അത് വെച്ചും കൂടെ ഒന്ന് ട്രൈ ചെയ്താൽ നമ്മുടെ ഗ്യാസിൻ്റെ ഈ എച്ചിൽ പിടിച്ച ഭാഗം അതുപോലെ കരി പിടിച്ച ഭാഗം നമ്മുടെ ഈ ഗ്യാസിൻ്റെ ബർണറെല്ലാം പഴയതുപോലെ പുതുതായിട്ട് വെട്ടിത്തിളങ്ങാനും നമ്മുടെ ഈ ഗ്ലാസ് ടൈപ്പ് ഗ്യാസ് ആണെങ്കിൽ അതിലുള്ള എണ്ണ മെഴുക്കെല്ലാം പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങളോടൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. നമ്മുടെ നൈറ്റി വീറ്റിൻ്റെ ഷോപ്പിൽ ഇപ്പോൾ നൈറ്റി വന്നിട്ടുണ്ട്. ആവശ്യമുള്ളവരൊക്കെ വന്നിട്ട് വാങ്ങിക്കുക കേട്ടോ. ഇപ്പോൾ സ്റ്റോക്കെല്ലാം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സൊല്യൂഷന് ആദ്യം നമ്മളൊന്ന് വിനിഗറിൽ ഒന്ന് ആക്കിയിടണം. വിനിഗർ ഒന്ന് സ്പ്രെഡ് ആക്കിയിടുക മൊത്തത്തിൽ. അതിന് ശേഷം നമ്മളിനി സൊല്യൂഷൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ഈ ചുറ്റുഭാഗത്തെല്ലാം നമ്മളൊന്ന് നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലുള്ള നമ്മൾ ഈ സാധാ രീതിയിലുള്ള ബർണർ ആവുമ്പോൾ നമുക്കത് പെട്ടെന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഈ കളറിലായ ബർണറാണെങ്കിലും 10 മിനിറ്റ് കൊണ്ട് ഒരു 10 മിനിറ്റ് അല്ല കേട്ടോ, ഒറ്റ രാത്രി നമ്മളിട്ട് വെച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഹാർപ്പിക്കോ ഞാനിവിടെ സ്കൈ വാഷാണ് എടുത്തിട്ടുള്ളത്. സ്കൈ വാഷാണ് ഹാർപ്പിക്കിനേക്കാളും ഒന്നും കൂടെ എനിക്ക് റിസൾട്ട് കിട്ടിയത്. അപ്പോൾ സ്കൈ വാഷ്, അതുപോലെ ഉപ്പ്, ഇനി നമുക്ക് ബേക്കിംഗ് സോഡ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു സൊല്യൂഷനിൽ നമ്മൾ ഈ ബർണർ രാത്രി ഇട്ട് വെക്കുക. എന്നിട്ട് രാവിലെ ആകുമ്പോഴേക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ട് വെക്കുക. രാവിലെ ആകുമ്പോഴേക്കിന് അത് ക്ലീനായിട്ട് നല്ല റിസൾട്ട് കിട്ടും. ഈ ഒരു ബർണറും നമുക്ക് ഊരിയിട്ട് അങ്ങനെ വെച്ചിടാം. അതുപോലെ ഇതിൻ്റെ ഈ ഗ്ലാസ് ടൈപ്പിൻ്റെ ഈ ഭാഗവും അതുപോലെ നമുക്ക് എത്ര വേസ്റ്റ് ആയിട്ട് കിടക്കുന്നത് ഈ ഒരു സൊല്യൂഷൻ തന്നെ മതി ഇതിന്. വേറെ ഒരു രീതിയിലായി കിടക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്താൽ വീക്ക്ലി ഇങ്ങനെ ക്ലീൻ ചെയ്യണമെന്നുമില്ല. നമ്മൾ ഇതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടാൽ മതി. ഒരുപാട് ഹാർഡായിട്ട് ഉരക്കാനോ ഒന്നിനും പോവേണ്ടത്. ഇങ്ങനെ സ്പ്രെഡാക്കി ഇടുക. രാത്രി ഇങ്ങനെ സ്പ്രെഡാക്കിയിട്ട് കിടന്നാൽ മതി. രാവിലെ ആ ഒരു ദിവസം ഒരു പണി ഉണ്ടാവും കേട്ടോ. രാവിലെ എണീക്കുമ്പോൾ നമ്മളിത് തുടച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് കുക്ക് ചെയ്യാനും ഒന്നിനും പറ്റുള്ളൂ. അപ്പോൾ
സൺഡേ ഒക്കെ അതുപോലെ ഹോളിഡേ ആയിട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഒന്നിങ്ങനെ ചെയ്തിടുക. എന്നാൽ നമ്മുടെ ഗ്യാസ് എപ്പോഴും പുത്തൻ പോലെ വെട്ടിത്തിളങ്ങും, പെട്ടെന്നൊന്നും കേടാവില്ല, നമുക്ക് ഒരുപാട് ഗ്യാസ് നഷ്ടം വരില്ല. നമ്മളെ മന്ത്ലി ബഡ്ജറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാൻ ഒരു കാരണം ഈ ഗ്യാസാണ്. 2 മാസം പോലും ഇപ്പോൾ ഗ്യാസ് നിലനിൽക്കുന്നത്. നമ്മൾ അടുപ്പിലൊക്കെ പിടിപ്പിച്ചൊക്കെ വരുമ്പോഴേക്കും ഒരുപാട് ടൈം വൈകും. നേരത്തെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാനൊക്കെ ഉണ്ടാവുമ്പോൾ, അതുപോലെ ഹസ്ബൻഡുമാർ നമ്മൾ വർക്കിന് പോകുന്നവരുണ്ടാവും. അങ്ങനെയൊക്കെ നമ്മൾ വീട്ടിലിരുന്ന് തന്നെ ജോലി ചെയ്യുന്ന ഒരുപാട് ഹൗസ് വൈഫ്മാരുണ്ട്. അവർക്കെല്ലാം ഇത് നല്ല ഹെൽപ്പാവും. ഈ ഒരു സൊല്യൂഷന് ഒരുപാട് ടൈമൊന്നും എടുക്കൊന്നും വേണ്ട. രാത്രി നമ്മൾ കിടക്കുമ്പോൾ ചെയ്താൽ മതി. അതുപോലെ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് അത് ക്ലീൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ക്ലീൻ ചെയ്യുക. ഒന്ന് ആദ്യം തുണിയിലൊന്ന് തുടച്ച് വെച്ചിട്ട് ന്യൂസ് പേപ്പർ വെച്ചിട്ട് തുടച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്യാസിൻ്റെ ഈ സ്റ്റീലിൻ്റെ ഭാഗവും അതുപോലെ ആ ഗ്ലാസ് ടൈപ്പ് ഭാഗവും നന്നായിട്ട് വെട്ടിത്തിളങ്ങും. ഇതാ കണ്ടോ, എത്ര ഇതായിട്ട് കിടന്നിരുന്ന ഭാഗമാണ് ഇപ്പോൾ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എനിക്കതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇത് ഒരുപാട് പഴക്കമുള്ള അടുപ്പാണ്, ഗ്യാസാണ്. എന്നിരുന്നാലും ഇതിൻ്റെ തുരുമ്പ് പിടിച്ച ഭാഗമെല്ലാം പോയിട്ട് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ബർണർ വെള്ളത്തിലിട്ട് വെച്ചത് എടുത്തപ്പോഴുള്ള അതിൻ്റെ കോല നോക്കൂ, നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. നമ്മൾ പുത്തൻ വാങ്ങിയതുപോലെ ഉണ്ട്. ബർണറും നിറം വെക്കും. അതുപോലെ തന്നെ ഗ്യാസും കുട്ടപ്പനായി. ഇനി നമുക്ക് ഗ്യാസ് പെട്ടെന്ന് തീരാതിരിക്കാൻ ചെയ്യേണ്ടതാണ്. നമ്മൾ ഈ ഗ്യാസിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ ആ ഭാഗം എപ്പോഴും ഫുള്ളായിട്ട് തുറന്നിടരുത്. കുറച്ച് ഭാഗം ഒന്ന് ചെരിച്ച് വെക്കുക. ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഒന്നായിട്ട് പാളിയിട്ട് അങ്ങോട്ട് ഒരുപാട് ഗ്യാസ് പോവും. ഇങ്ങനെ ആക്കി വെക്കുക. ഒരുപാട് കത്തിയെന്ന് വെച്ചിട്ട് ഏത് സംഭവം പെട്ടെന്ന് ഇതായില്ല. ഇനി അതുപോലെ നമുക്ക് ഗ്യാസ് എത്ര ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഗ്യാസ് കുറ്റി നന്നായിട്ട് വെള്ളത്തിലൊന്ന് ആക്കിയിട്ടൊന്ന് നനച്ചിടുക. എന്നിട്ടൊരു 10 മിനിറ്റ് ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇവിടെ നല്ല വെയിലുള്ള ഭാഗമാണ്, അതുകൊണ്ടാവും പെട്ടെന്ന് തന്നെ ഉണങ്ങിയതാ. ഈ നനവ് ഒരിക്കലും മാറില്ല ഗ്യാസുള്ള ആ ഭാഗത്തേക്ക്. ഇത്രയുമാണ് കണ്ടോ, നല്ല നന്നായിട്ട് നനഞ്ഞു. ഇത്രയാണ് ഞങ്ങളുടെ കുറ്റിയിലുള്ള ഗ്യാസ്. അപ്പോൾ ആ അളവിനനുസരിച്ച് നമുക്ക് ഓരോന്ന് പ്ലാൻ ചെയ്യാം. ഇനി ഗ്യാസ് കുറച്ച് ചിലവാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫ്രിഡ്ജിലൊക്കെ വെച്ച വസ്തുക്കൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു 1 മണിക്കൂർ മുമ്പ് നമ്മൾ ഫുഡെല്ലാം പുറത്തേക്ക് വെക്കുക. അതുപോലെ നമ്മൾ ചട്ടിയെല്ലാം വെച്ചിട്ട് പത്തിരി ചുടാനോ അതുപോലെ തൂമ്പിക്കാൻ അങ്ങനെയൊക്കെ നമ്മൾ ചട്ടി എടുക്കുന്ന ടൈമിൽ എന്ത് ചെയ്യുക, ഒരു ടവൽ നമ്മുടെ കിച്ചണിൽ എപ്പോഴും കൂടെ വെക്കുക. കൈ തുടക്കാൻ മാത്രമല്ല, നല്ല നീറ്റിൽ ആ ടവൽ കൊടുക്കുക. അത് തുടച്ച് വെച്ചതിന് ശേഷം മാത്രം നമ്മളത് കുക്ക് ചെയ്യാനെടുക്കുക. അപ്പോഴും ആ ചൂടാവുന്ന ടൈം അത്രയും കുറഞ്ഞു കിട്ടും. അതുപോലെ ഒരുവിധം സാധനങ്ങളെല്ലാം നമ്മൾ കുക്കറിൽ കുക്ക് ചെയ്യുക. കുക്കറിലും ഒരുപാട് ടൈം കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. സബ് ചെയ്യാൻ മറക്കല്ലേ.